ഇപ്പോൾ ഈ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചിരിക്കുന്നു. പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലാണ് പൊതുദർശനം. രഞ്ജിത്ത് പഠിച്ച സ്കൂളും കൂടിയാണ്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ചത്. പിന്നീട് തിരുവനന്തപുരത്ത് നിന്ന് തിരുവല്ലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലാണ് പൊതുദർശനം. വൈകിട്ട് 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ. ഇപ്പോൾ മൃതദേഹം പുല്ലാടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലാണ് പൊതുദർശനം നടക്കുക. ദിവസങ്ങളെടുത്താണ് അഹമ്മദാബാദിലെത്തി രഞ്ജിതയുടെ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. രഞ്ജിതയുടെ സഹോദരൻ ഒരാഴ്ചയോളം അഹമ്മദാബാദിൽ ഇതിനുവേണ്ടി അവിടെ തുടർന്നിരുന്നു. അതിനുശേഷം ഇന്നലെയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞതും ഇപ്പോൾ നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. നന്ദുഷ വിശദാംശങ്ങൾ നൽകും. നന്ദു, ഇപ്പോൾ രഞ്ജിത പഠിച്ച പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനമാണ്. വൈകുന്നേരം 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾ. അവിടെ മൃതദേഹം എത്തിച്ച് സ്കൂളിലേക്ക് കയറ്റിയോ? എന്താണ് അവിടെ നൽകാനുള്ള വിവരങ്ങൾ? ഇപ്പോൾ ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലേക്ക് രഞ്ജിതയുടെ മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. പൊതുദർശനം ആരംഭിച്ചു എന്ന് തന്നെ പറയാം. ആംബുലൻസ് അല്പസമയം മുൻപാണ് ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ ഇവിടെ വലിയ ജനാവലിയാണ് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുജനങ്ങളും അതോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളും സ്കൂളിലെ അധ്യാപകരും രഞ്ജിതയുടെ സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഇവിടെ ഇപ്പോൾ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇനിയും ആളുകൾ എത്താനിരിക്കുന്നതേ ഉള്ളൂ. കാര്യം പുല്ലാട് വിവിധ മേഖലകളിൽ നിന്ന് ആളുകൾ എത്താനുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് വടക്കേക്കവല UP സ്കൂളിനും അതോടൊപ്പം ശ്രീ വിവേകാനന്ദ സ്കൂളിനും ഗതാഗത ക്രമീകരണങ്ങളുടെ ഭാഗമായി ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുല്ലാട് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പൊതുദർശന ചടങ്ങാണ് ഇപ്പോൾ നടത്തുന്നത്. കാര്യം രഞ്ജിത അത്രയ്ക്ക് പ്രിയങ്കരിയായിരുന്നു ഇവിടുത്തുകാർക്ക് എന്നുള്ളതിന് തെളിവാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ വലിയ ജനക്കൂട്ടം. നമുക്കറിയാം, ഒരു പ്രവാസി എന്നതിനുപരിയായി പഠിച്ച സ്കൂളിലും അതോടൊപ്പം മക്കൾ പഠിക്കുന്ന സ്കൂളിലും ഒക്കെ നിരന്തരം എത്തുകയും അവിടെ തന്നാലാവുന്ന വിധ സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു യുവതിയായിരുന്നു രഞ്ജിത. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ രഞ്ജിതയുടെ അവസാന നിമിഷം, രഞ്ജിതയെ നാട് യാത്രയാക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഈ നിമിഷം കണ്ണീർ തൂകി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. രഞ്ജിതയുടെ വീട് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും രഞ്ജിത ജോലി ചെയ്ത സ്ഥലത്തു നിന്നുമൊക്കെ തന്നെ ഇവിടേക്ക് ആളുകൾ എത്തുന്നുണ്ട്. കുറച്ചു സമയം കൂടി കഴിയുന്നതോടെ മന്ത്രി VN വാസവൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി രഞ്ജിതയുടെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം വിവിധ രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലയിലുള്ള പ്രമുഖരൊക്കെ തന്നെ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്നും രഞ്ജിതയുടെ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ പൊതുദർശനത്തിന്റെ ഭാഗമാകാനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 4:30 മൃതദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അത് രഞ്ജിതയുടെ വീട്ടുവളപ്പിലാണ്. ഇവിടെ ഏതാണ്ട് 2 മണിക്കൂറിലധികം ഈ ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷമാകും ഉച്ചയോടെ രഞ്ജിതയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ ജനാവലി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രഞ്ജിതയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് രഞ്ജിതയുടെ മൃതദേഹം എത്തിക്കുന്ന ഈ ഒരു സമയം 1 മണിക്കൂറോളം ഇവിടുത്തെ വ്യാപാരികൾ കട അടച്ചിടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ദുഃഖസൂചകമായിട്ടാണ് പുല്ലാട്ടെ ജംഗ്ഷനിലുള്ള മുഴുവൻ വ്യാപാരികളും കടയടച്ചിട്ട് തങ്ങളുടെ അനുശോചനം അറിയിക്കുന്നത്. അങ്ങനെ വിവിധ മേഖലയിലുള്ള വിവിധ തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഈ ദുഃഖത്തിൽ പങ്കുചേരാനായി രഞ്ജിതയുടെ വിടവാങ്ങൽ അവസാന നിമിഷം സ്വന്തം നാട്ടിലേക്ക് രഞ്ജിത എത്തിയപ്പോൾ രഞ്ജിതയെ കണ്ണീരോടെ യാത്രയാക്കാനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, DNA ഫലം പുറത്തു വന്ന ഏറ്റവും അവസാനം DNA ഫലം പുറത്തു വന്നവരിൽ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള മൃതദേഹങ്ങളൊക്കെ തന്നെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. രഞ്ജിതയുടെ മൃതദേഹം കിട്ടാനായി കുറച്ച് താമസമെടുത്തു. സഹോദരനാണ് ആദ്യം അഹമ്മദാബാദിലേക്ക് പോയത്. DNA സാമ്പിൾ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ വന്നതോടുകൂടി പിന്നീട് അമ്മയുടെ സാമ്പിൾ ശേഖരിച്ച് അഹമ്മദാബാദിലെത്തിച്ച് ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിലൂടെയാണ് സാമ്പിൾ ഫലം പുറത്തു വരികയും രഞ്ജിതയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വരെ അപകടം നടന്ന് ഇത്രയും ദിവസം താമസിച്ച് ഈ മൃതദേഹം ജന്മനാട്ടിൽ എത്തിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടായത്. ഏതായാലും രഞ്ജിത അവസാനത്തെ യാത്രാമൊഴി ചൊല്ലാനായി പുല്ലാട്ടെ സ്വന്തം നാട്ടിലേക്ക് രഞ്ജിതയുടെ സ്കൂളിലേക്ക് ഈ നാടിന്റെ മുഴുവൻ വിലാപങ്ങളുമായാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. നിർബന്ധമായും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരണങ്ങളോട് സഹകരിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായി മനസ്സ് കാണിക്കണം. മെയിൻ ഗേറ്റിലൂടെ കടന്നു വരുന്നവര് അവിടെ തയ്യാറാക്കിയിരിക്കുന്ന ബാരിക്കേഡിനകത്തുകൂടി കടന്ന് പുറത്തേക്ക് വരേണ്ടതാണ്.
അവിടെ തിരക്കൊഴിവാക്കി കൊടുക്കണം. അവിടെ കാഴ്ച അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച തിരുവല്ല പുല്ലാട് സ്വദേശി രഞ്ജിതയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് നാടും നാട്ടുകാരും. അല്പസമയം മുമ്പാണ് പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂൾ കെട്ടിടത്തിലേക്ക് മൃതദേഹം എത്തിച്ചത്. അവിടെയാണ് പൊതുദർശനം നടക്കുന്നത്. വൈകിട്ട് 4:30 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ. രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാനായി അമ്മയുടെ DNA സാമ്പിൾ അഹമ്മദാബാദിലെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അതിനുശേഷമാണ് ആ മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞത്. ദിവസങ്ങളോളമാണ് രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലെ ആശുപത്രികളിൽ കഴിഞ്ഞത്. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഇന്നലെ അമ്മയുടെ DNA സാമ്പിൾ ആശുപത്രിയിലേക്ക് എത്തിച്ചതിന് ശേഷം രഞ്ജിതയെ തിരിച്ചറിയുന്നു. മൃതദേഹം ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുന്നു. 7:30 മണിയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട് കൃത്യം 2 മണിക്കൂർ പിന്നിടുമ്പോൾ 9:30 മണിയോടുകൂടി നാട്ടിലേക്ക് എത്തുന്നു. പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂൾ അങ്കണത്തിൽ പൊതുദർശനമാണ്. ആ സ്കൂളിൽ വലിയ ജനാവലി എന്തായാലും പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂൾ അങ്കണത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. രഞ്ജിത അവിടുത്തെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി കൂടിയായിരുന്നു. രഞ്ജിതയ്ക്ക് യാത്രാമൊഴിയേകാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആ നാടും നാട്ടുകാരും